നഷ്ടമാവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ വയലു കഴിഞ്ഞ് എന്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. കുറച്ചാളുകൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക്, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള മഹല്ലിയാണ്. നിങ്ങൾ ചിന്തിക്കണം, 32 വയസ്സുള്ള ചെറുപ്പക്കാരനാ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. ഇയാൾ ദുബായിൽ ജോലിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കമ്പനിയിലായിരുന്നു. ഇയാൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ശമ്പളം കേൾക്കണോ നിങ്ങൾക്ക്? ഇന്ത്യൻ പൈസ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ആളാ. ചെറുപ്പക്കാര് കേൾക്കണേ, 32 വയസ്സുള്ളൂ, ആരോഗ്യ ദൃഢഗാത്രനാ. കേൾക്കണോ നിങ്ങൾക്ക്? ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ ടിവിയുടെ മുമ്പിലിരിക്കും. സീരിയലുകൾ ഖത്തം തീർക്കല. 2 ഖത്തം തീർക്കും. ഇയാൾ സീരിയലുകൾ കാണുകയാ. രാത്രി 2 മണിക്കൊക്കെയാ ഉറങ്ങുക. രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ് ചെയ്ത് 8:30 ഡ്യൂട്ടിക്ക് പോവും. സുബഹിക്ക് പള്ളിയിൽ പോകാറില്ല. ഖുർആൻ എന്നയാൾ കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണേ, പള്ളിയിൽ നിസ്കരിക്കാൻ പോകാറില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറിച്ചു നോക്കിയിട്ടില്ല. ഈ ചെറുപ്പക്കാരനാ. നിങ്ങൾ എന്റെ കൂടെ വരോ? കഴിഞ്ഞ കൊല്ലം എന്റെ കൂടെ ഉംറയ്ക്ക് വന്ന ആള് പറയാ, അയാളുടെ മുറ്റത്ത് കൂടെ നിസ്കരിക്കാൻ പോകുമ്പോൾ, സുബഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോ ഇയാളുടെ ദുആ വീടിന്റെ വെളിയിലേക്ക് കേൾക്കുമായിരുന്നത്രേ. കേൾക്കണോ നിങ്ങൾ? കണ്ടേ, ഇവന്റെ പെട്ടെന്ന് ശരീരത്തിലൊക്കെ നീര് വന്നോ. പരിശോധിച്ചു നോക്കുമ്പോ 2 കിഡ്നിയും തകരാറായതാ. 2 കിഡ്നിയും തകരാറായി. ഡോക്ടർമാർ പറഞ്ഞു, ചികിത്സിക്കാൻ വേണ്ടി കമ്പനി പൈസ കൊടുത്തു. നാട്ടിലേക്ക് അയച്ചു. ചികിത്സ കഴിഞ്ഞു, തിരിച്ചുപോയി. പെട്ടെന്നായി ഇയാളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. കേൾക്കണോ നിങ്ങൾക്ക്? 32 വയസ്സ്, 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കമ്പനി 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടപ്പോ പിന്നെ കമ്പനിക്ക് അയാൾ ആവശ്യമില്ലാതെയായി. എക്സിറ്റ് അടിച്ചു നാട്ടിലേക്ക് വിട്ടോ. കേൾക്കണോ നിങ്ങൾക്ക്? ഇപ്പോൾ നഗരത്തിൽ കിടന്ന് കരഞ്ഞു തീർക്കുകയാ. ആ വീട്ടിന്റെ മുറ്റത്ത് കൂടെ സുബഹി നിസ്കരിക്കാൻ പോയ ആളാ. കഴിഞ്ഞ വർഷം കൂടെ ഉംറയ്ക്കുള്ള ആളാ. എത്തിയപ്പോൾ എന്നോട് പറഞ്ഞത്, ചെയ്യണ എന്റെ അയൽവാസിക്ക് വേണ്ടി അയൽവാസിയുടെ മുറ്റത്ത് വെച്ച് കൂട്ടമായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ. ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞോ? ഇപ്പൊ അമ്പൽ സുബഹിയുടെ മുമ്പേ എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കും. പക്ഷേ വുളൂ ചെയ്യാൻ പോകാൻ കണ്ണ് കാണില്ല. ചുമരിൽ കൈവച്ച് പറ്റിപ്പിടിച്ച അയാൾ ബാത്റൂമിൽ പോകുന്നത്. എന്നിട്ട് വുളൂ ചെയ്യും. വുളൂ ചെയ്ത് തന്റെ റൂമിലേക്ക് വന്ന് കട്ടിലിന്റെ കാല് പിടിച്ച് ദിശ മനസ്സിലാക്കി വെളുത്ത നേരെ തിരിഞ്ഞു നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാ. തഹജ്ജുദ് നിസ്കരിച്ച് കഴിയുമ്പോഴേ ഉറക്കത്തേക്കാൾ നല്ല നമസ്കാരമാ. പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് കേൾക്കുകയാ. കേൾക്കണോ നിങ്ങൾക്ക്? ഇയാൾ പറയാ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടതാ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത് സുബഹി നിസ്കരിക്കാൻ പോകുമ്പോ കേൾക്കുമത്രേ. എന്താ കണ്ണിന് നല്ല മൂർച്ചയുണ്ടായിരുന്ന സമയം, കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്ന സമയം, നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഘട്ടമാ. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നാളെ ഞാൻ മരിച്ചതിന്റെ സന്നിധിയിൽ വന്നാൽ, ഞാൻ തന്ന ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തെന്നോട് ചോദിക്കുമ്പോ റബ്ബേ, ഒരു ജമാഅത്തിന്റെ പോലും പള്ളിയിൽ പോയ അനുഭവം എനിക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ ഒരു കാഴ്ചയും നീ തിരിച്ചു തരണ്ട. ഒരൽപ്പം കാഴ്ച എനിക്ക് തിരിച്ചു താ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ മാത്രം ഒരു ചെറിയ വെളിച്ചവന്റെ കണ്ണിന് താ. ഇയാള് പറഞ്ഞു പൊട്ടിക്കറിയുമത്രേ. കാഴ്ച എവിടെ നിന്ന് തിരിച്ചു കിട്ടാനാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ കേൾക്കണോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കറിയുമത്രേ. കണ്ണിന് നീ കാഴ്ച തന്ന സമയം റബ്ബേ
കൂട്ടിയതും നാഥാ പടച്ച റബ്ബേ നിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരിക്കൽ പോലും ഞാൻ മറച്ചു നോക്കിയില്ലല്ലോ അല്ലാഹ്.